4.5 രൂപ. 4.5 രൂപക്ക് ഒരു 7 സീറ്റർ ഡീസലാണ്. 7 സീറ്റർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്. മൈലേജ് കാര്യങ്ങൾ ഡെയിലി യൂസിന് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഡീസൽ സ്വിഫ്റ്റ് പൈസക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് 1.70. നിങ്ങൾ മാർക്കറ്റ് അന്വേഷിച്ചോളി. മാക്സിമം കുറച്ചിട്ടാണ്. ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നോവ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇതാവണോ പൈസക്ക് നമുക്ക് ഇന്നോവയ്ക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്നോവയിൽ നമ്മളൊരു 5 രൂപ സ്റ്റാർട്ട് ചെയ്യും. 5 രൂപ മുതൽ നമുക്ക് ഇന്നോവകളുണ്ട്. ക്രിസ്റ്റകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പാർട്ടായിട്ടാണ് ചെയ്യാം. ഒന്ന് 7 സീറ്ററുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഡീസൽ ഏറ്റവും ഫുൾ ലോഡിൽ ഡോൾട്ടൂൺ വരുന്ന നല്ലൊരു ഡീസൽ ബസ്സാണ്. പൈസക്ക് ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം 75 രൂപ 75 രൂപ ഇറക്കാം. ഇതും നമുക്ക് ഏകദേശം ഒരു 18-20 മൈലേജ് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പിന്നെ ലിവകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതേപോലെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഹോണ്ടന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. സിറ്റി 3 ഉണ്ട്. അതേപോലെ അമേസ് വരുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റ് കൊണ്ടാവുന്ന പ്രീമിയം വെഹിക്കിൾസ് 4-5 ലക്ഷം രൂപയുടെയൊക്കെ 5-6 ലക്ഷം രൂപയ്ക്ക് വരുന്ന ഏകദേശം പ്രീമിയം വെഹിക്കിൾസ് ഓഡി ഇന്നോവകളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് MKL-ലാണ്. റംസാനാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് പൈസ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് MKL ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ പ്രാവശ്യം പറഞ്ഞവർക്ക് ഈ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മഞ്ചേരിന്റെയും പറയാം മലപ്പുറത്തിന്റെയും കൊണ്ടോട്ടിന്റെയും സെന്ററിൽ വരുന്ന സ്ഥലം ശരിക്കും. വെള്ളാമ്പുറത്ത് നിന്ന് മലപ്പുറത്തിന് ജസ്റ്റ് ഒരു 10-35 മീറ്റർ വന്നാൽ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി ഈ 3 ടൗണിന്റെ ഒരു സെന്റർ ആണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് നിൽക്കുന്നത് MKL. നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഒരു SUV അല്ലെന്ന് ഇപ്പോൾ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു ഡീസൽ SUV ബ്രസ. നല്ല ഫാൻസി നമ്പറാണ്. നോക്കിയോളൂ നിങ്ങൾ. എറണാകുളം രജിസ്ട്രേഷൻ 018 ഡീസൽ വണ്ടി. പൈസ നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കുന്ന വണ്ടി? എന്തായാലും ഒരു 18-20 കമ്പനി പറയുന്നത് 17-18 എന്തായാലും കിട്ടും. ഡോൾട്ടൂൺ കമ്പനി ഇൻബിൽട്ട് ആണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഇത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നത് AC, അത്യാവശ്യം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് സ്റ്റീരിയോ കാര്യങ്ങൾ ഡോൾട്ടൂൺ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഡീസൽ വണ്ടി. മോഡൽ ഏതായിരുന്നു? 2017. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 163. ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് കാര്യം ഒന്നുമില്ല. ഒന്നുമില്ല. ഇതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 160 ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഡീസൽ വണ്ടി ഏറ്റവും ഫുള്ളോട്. പൈസക്ക് നമ്മളെ റേറ്റ് പറഞ്ഞാണ് നിങ്ങള്? ഇത് നമ്മൾ ചോദിക്കുന്നത് 7.75. അപ്പൊ ചോദ്യമാണ്. അപ്പൊ നമുക്ക് വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നുകൂടി കുറച്ച് കൊടുക്കാം. ഏത് ഒരു 75 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത് നമുക്ക് നല്ല പെർഫോമൻസ്, മൈലേജ് എന്നാൽ സ്പേസ് കൂടിയൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഹോണ്ട സിറ്റി. ഡീസൽ അല്ലേ ഫൈസൽക്കകത്ത് വരുന്നത്? അപ്പൊ കമ്പനി ഏകദേശം 24 കമ്പനി മൈലേജ് വരുന്ന വണ്ടിയാണ്. പക്ഷെ നമുക്കിത് 22 എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ്. നല്ല നമ്പർ കാര്യങ്ങള് ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളത് വി ആണ്. നമുക്ക് ഒരു സൺറൂഫിന്റെ കുറവുണ്ട്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങള് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽട്ട് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോള്, ക്രൂസ് കൺട്രോള്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആൻഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഡീസൽ വണ്ടി, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. മോഡൽ എങ്ങനെയായിരുന്നു? 2015. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 126. കറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ട് ഇതിന് നമുക്ക് ടൈം ചേഞ്ച് പ്രശ്നങ്ങൾ വരെ വരാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ലോങ് ഡ്രൈവിൽ 20-24 നമുക്ക് ലോങ് ഡ്രൈവിൽ പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കൊരു 22 കിട്ടുന്ന വണ്ടി. ഫൈസൽക്ക 2015 സിറ്റി നമുക്ക് എത്ര രൂപ കൊടുക്കാം? 570. ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു സെഡാനും ഉണ്ടോ, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് എത്ര രൂപ വരെ ലോൺ ചെയ്യാം? നമുക്ക് ഏകദേശം ഒരു 60-70 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ 67 രൂപ വണ്ടി ഇറക്കാം. ഇനി അടുത്തോടെ നമുക്ക് സെഡാൻ തന്നെ അതിലൊരു ചെറിയൊരു സെമി പ്രീമിയം ലെവലിൽ നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് കൊറോള ഓൾട്ടിസ്. ഇതെങ്ങനെയായിരുന്നു ഫൈസൽക്ക? 2013 മോഡൽ. അത് ഏറ്റവും ഫുൾ ലോഡാണ്. G ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന G ആണ് വരുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ കേരള വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 120 ഓടിയിട്ടുണ്ട് അല്ലേ? ഫുൾ ഹിസ്റ്ററി ഒക്കെ പക്കല്ല വണ്ടി. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇന്ത്യയുടെ ഒക്കെ നല്ല പൊളിയാണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു പ്രീമിയം ലെവലിലുള്ള വെഹിക്കിൾ ആണ്. നമുക്ക് എത്ര രൂപ? 5.5 രൂപ. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റും. 5.5 രൂപ. ലോൺ സൗകര്യം ലോൺ ചെയ്യാൻ നമുക്ക് ഏകദേശം ഈ 70 രൂപ 80 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുക്കാം. ദെൻ വീണ്ടും നമ്മൾ സിറ്റി നമുക്ക് നേരത്തെ 3rd ജനറേഷൻ ആണെങ്കിൽ 4th ജനറേഷൻ അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡല്. ഇപ്പൊ നമുക്ക് പുതിയ സിറ്റിയേക്കാളും കൂടുതൽ ആളുകൾ ഒന്നുകൂടി ബോഡി വെയിറ്റ് പെർഫോമൻസ് ഒക്കെ വരുന്ന ഈ ഒരു ജനറേഷൻ ആണ് ശരിക്കും വരുന്നത്.
അപ്പൊ ഇത് ഏതായിരുന്നു മോഡൽ പൈസ? 17 മോഡല് ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. സോ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു പേടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22 എന്തായാലും കിട്ടും. അല്ല, ഇതിന്റെ ഓപ്ഷൻ ഏതായിരുന്നു? VX ആണ്. VX അല്ല, ഇതില് പിന്നെ ZX വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു സൺറൂഫിന്റെ കുറവുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി അലോയ്സ് മാറ്റിയിട്ട് ഒരു കിട്ടുന്ന അഡീഷണൽ അലോയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1.40 ഓടിയിട്ടുണ്ട്. പിന്നെ ഹോണ്ടനെ സംബന്ധിച്ച് ടൊയോട്ടയെ പോലെ തന്നെ ഓട്ടൊന്നും ഒരു പ്രശ്നമില്ല. കറക്റ്റ് സർവീസിന് ഈ പക്കയാണ് വണ്ടി വരുന്നത്. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്ന 6.25. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് എന്റെ അഭിപ്രായം ഒരു 10-60-70 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പൊ മൈലേജ് പെർഫോമൻസ് നല്ല കംഫർട്ട് നോക്കുന്നത് മോഡലും ഉണ്ട്. നല്ലൊരു കംഫർട്ടായ വണ്ടിയാണ്. അപ്പൊ നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. Q5 അല്ലെ, Audi Q5 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. ഇത് കേരള വണ്ടിയാണോ? റീ ആണ്. 2011 മോഡൽ കേട്ടോ. 2011 അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. അങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഏകദേശം 1.30 ഓടിയിട്ടുണ്ട്. നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ്. Q3 ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് ഇല്ല. Q5 അതിന്റെ ഫുൾ ലോഡ് സൺറൂഫ്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പൈസ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ 7 രൂപ ഒരു സ്വിഫ്റ്റിനൊക്കെ പ്രൈസിന് നമുക്ക് പ്രീമിയം വെഹിക്കിൾ, അതും SUV ടൈപ്പ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വന്നാലും മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊരു ഫൈനൽ റേറ്റ് അല്ല. ആളുകൾ വരച്ച് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നമുക്ക് ചെയ്തു തരാൻ പറ്റും. അത് വീണ്ടും നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ തന്നെയാണ്. BM. ഇതേതായിരുന്നു സീരീസ്? ഏതായിരുന്നു? 3 സീരീസ് ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കേരള വണ്ടിയാണോ? റീ ആണ് അല്ലെ. KL71 ഇപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 ആട്ടോ. 12. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുള്ളൂ. 2012 ആണ്. ഏകദേശം സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. എത്ര ചോദിക്കുന്നത് നമ്മള്? ഇത് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ഇത് നമുക്കൊരു 5.90 ഒക്കെ ചെറിയ പൈസക്ക്. അതായത് 12 മോഡൽ ഉണ്ട്. 5.90 നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? അത് ലോൺ ചെയ്യാം, നമുക്ക് നോക്കാം. അതായത് പാർട്ടിയുടെ ഇതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത വീണ്ടും നമ്മളൊരു കുറഞ്ഞ മെയിൻ്റനൻസ്, അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഹോണ്ട അമേസ്. പൊതുവെ നമുക്ക് ടാക്സിയിലും കൂടുതൽ കാണാം. എന്താ വെച്ചാൽ മൈലേജും ഉണ്ടാവും, പൊതുവെ നമുക്ക് മെയിൻ്റനൻസും കുറവുള്ള ഒരു വാഹനമാണ് അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 ആണ്. ഓക്കെ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ട് VX ആണ് വണ്ടി വരുന്നത്. ഫസ്റ്റ് ഓണർ ആട്ടോ. സിംഗിൾ ഓണർ ആണ് വരുന്നത്. 40,000 കിലോമീറ്റർ VX ഇതിന്റെ ഫുൾ ലോഡ് ഇല്ല. അപ്പൊ എങ്ങനെയായിരുന്നു ഫൈസൽക്ക് നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 8 രൂപ. ഡീസൽ അല്ല വണ്ടി വരുന്നത്? അല്ല, പെട്രോൾ ആണ് വരുന്നത്. 2021 22 രജിസ്ട്രേഷൻ ഉണ്ടോ? ഇല്ല, 21 വണ്ടി മാനുവൽ അല്ല വരുന്നത്? അല്ല, ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക്. അപ്പൊ CVT ഓട്ടോമാറ്റിക്. അപ്പൊ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ്. സോ നമ്മള് അത്യാവശ്യം മാക്സിമം ലോൺ ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കും ചെയ്യാം. അപ്പൊ ട്രാക്കിന് ചെറിയൊരു ഡൗൺ പേ അല്ലെങ്കിൽ ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം നോക്കാം. ഓക്കെ. അടുത്ത് വീണ്ടും സിറ്റിയാണ്. സിറ്റി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് അല്ലെ. ഇത് നമുക്ക് മൈലേജിന്റെ കാര്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള് 15 മോഡൽ 2015 മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1.40 ഓടിയാണ്. VX ആണ്. തേർഡ് ഓണർ. നമ്മുടെ വയനാട് രജിസ്ട്രേഷൻ ആണ്. കേരള വണ്ടി തന്നെ വരുന്നത്. പിന്നെ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? 4.4. അപ്പൊ ചെറിയൊരു പൈസക്ക് സിറ്റി നോക്കുന്നവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതായത് 4,25,000 രൂപ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. VX ആണ് ഓപ്ഷൻ. ഒരു സൺറൂഫിന്റെ കുറവ് ക്രൂസ് കൺട്രോൾ വരെ വരുന്നുണ്ട്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് ഞാൻ പറഞ്ഞില്ല, ഏകദേശം നിങ്ങൾക്ക് ഒരു 3-3.5 ഒക്കെ വേണമെങ്കിൽ ലോൺ കിട്ടും. 3-3.5 വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്യാം. അടുത്ത തവണ ഒരു ജാസ് സെയിം തന്നെ നമുക്ക് SP ആണ്, ഡീസലാണ്. നമുക്ക് മൈലേജ് നോക്കണേ ഏകദേശം 22, 23, 24 തന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. നമുക്ക് പെർഫോമൻസും ഒരു ആഷ് ബാക്ക് ആണെങ്കിൽ സെഡാന്റെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കേൾട്ടൺ രജിസ്ട്രേഷൻ കേരള വണ്ടിനെയാണോ? റീ ആണ്. നിലവിൽ ഇപ്പൊ കേൾട്ടൺ BG നമ്പർ ആയിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡൽ കേട്ടോ. 15 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20 ഓടിന്. സെക്കൻഡ് ഓണർ ആണ്. ഇതും വില ചോദിക്കുന്നത് 4.4. 2015 മോഡല് 4.4 ഡീസൽ വണ്ടി SP അല്ലെ. അത് നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പെർഫോമൻസും മെയിൻ്റനൻസും കുറവാണ് ഈ വണ്ടി. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്ക് ഒരു 3.5 വരെ നമുക്ക് ലോൺ ചെയ്യാം.
ഒരു ലക്ഷം രൂപ ഒരു 10-75 രൂപ 10-75 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഇതാണ് എല്ലാവരും ചൂസ് ചെയ്യുന്ന അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ ലിവന്റെ 2 കളേഴ്സ്, ഒരു ഗ്രേ വരുന്നുണ്ട്, വീഡിയോ ഉണ്ട് അല്ല, രണ്ടും ഡീസൽ വണ്ടിയല്ല? രണ്ടും ഡീസലാണ്, രണ്ടും 2016 മോഡൽ, രണ്ടും 2016 വണ്ടി അല്ല, രണ്ടും അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. ഒന്നിപ്പോ കേൾട്ടണില് സിൽവർ നമ്പർ ആയിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 16 രണ്ടും 2016 മോഡല്, ഒന്ന് സിൽവർ ഒന്ന് ഗ്രേ. ഇതിന്റെ സിൽവറിന് വരുന്നത് തേർഡ് ഓണർ. ഇതെങ്ങനെയാണ് നമുക്ക് ചോദ്യം? സിൽവർ നമുക്ക് 2 വണ്ടിക്ക് ചോദിക്കുന്ന വില നമ്മള് 5.5 രൂപ. രണ്ടും ഒന്ന് വീഡിയോ ഒന്ന് VXT. അതെ ചെറിയൊരു ഓപ്ഷന്റെ കുറവുണ്ട്, പക്ഷെ രണ്ടിനും നമുക്ക് ഏകദേശം ഒരേ റേറ്റ് ആണ്. മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം. എന്ത് ചെയ്യാം, ഇതിലൊക്കെ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് മാക്സിമം ചെയ്യാം, ഞങ്ങൾ ഓടിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടും. 2 വണ്ടി. ഇത് നമുക്ക് ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫ്രണ്ടൊക്കെ ന്യൂ ഷേപ്പിലൊക്കെ എടുക്കുന്നത്, അത് നോക്കി നിങ്ങള്. ഇതൊക്കെ ഏറ്റവും ഇതൊക്കെ രണ്ടും ഏകദേശം എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് പറഞ്ഞില്ല, ഏകദേശം നമുക്കൊരു 4.25-4.5 ലോൺ ചെയ്യാം. 4 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് ചെറുവാഹനങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. നമ്മള് പിന്നെ ഒരു കിഡ്, റെനോയുടെ കിഡ്, നല്ലൊരു ഫാമിലി കാറാണ് ഇത്. ഫൈസൽക്ക് 1000cc ആണ്, അത് 1000cc. സോ പെർഫോമൻസ് ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18 മോഡൽ RXT. എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ RC ഓണർ ആണ്. 96 കിലോമീറ്റർ ഫുൾ ഹിസ്റ്ററൊക്കെ പക്ക. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നത്? 2.25. ലോൺ കുറച്ച് നമ്മൾ താഴെ കൊടുക്കൂട്ടോ. കുറച്ച് കൊടുക്കും. ഏകദേശം 10-30 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെറിയ ഡൗൺ പേയ്മെന്റ്. നമ്മളിതാണ് ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞൊരു വണ്ടി, നമ്മളെ ഡീസൽ സ്വിഫ്റ്റ്. അതായത് ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഏകദേശം ഒരു 18-20 മൈലേജ് കേരള വണ്ടിയാണ്, കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു? 2010 വീഡിയോ ആണ്. 2010 വീഡിയോ. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 1.70 അങ്ങനെ ഓടിയിട്ടുണ്ട്. ഓണർ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഒന്നുമില്ല. എത്ര ചോദിക്കാൻ? അടിപൊളിയാണ്. നമ്മൾ പറഞ്ഞ പോലെ 1.70. നമ്മൾ വീഡിയോയിൽ പറഞ്ഞാണ് 1.70. നമുക്ക് സാധാരണക്കാർക്ക് ഒരു പ്രശ്നം ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആൾട്ടോന്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ പ്രൈസ് ഇത് ഡീസൽ അല്ലേ, ഡീസൽ വണ്ടിയാണ്, നമുക്ക് മുതലാവൂല. ഇത് നമുക്കൊരു ടിയാഗോ. ഇത് നമുക്ക് നല്ലൊരു കിട്ടുന്ന വണ്ടിയാണ്. ഏതായിരുന്നു? 2018 ആണ്. സിംഗിൾ RC ഓണർ ആണ് വണ്ടി വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് ഏകദേശം 22 മൈലേജ് ഉണ്ടാവും. 22 മൈലേജ് കിട്ടും. അപ്പൊ നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അപ്പൊ ടിയാഗോയില് നമുക്ക് ചെറിയ എഡിഷൻ വന്നാണ് ഡീസൽ. സോ നമുക്ക് മൈലേജ് ഡെയിലി യൂസിന് ശരിക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 18 മോഡൽ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 60 ഓടിയിട്ടുണ്ട്. 60 ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണറാണ്. എത്ര പൈസയിലേക്ക് നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ഒറ്റൊരു വില പറഞ്ഞു കേട്ടോ. ഇത് 3.75. അത് ഫൈനൽ റേറ്റ് ആണ്. 2018 ഒരു നമ്മൾ ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഈ റേഞ്ചിലൂടെ കിട്ടുന്നത്. നല്ല മൈലേജ് ലോൺ ചിലപ്പോൾ കിട്ടും. ഫുൾ ലോണും കിട്ടും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഫുൾ ലോണും ചെയ്യാൻ പറ്റുന്ന വണ്ടി. അടുത്ത തവണ നമുക്കൊരു 7 സീറ്റർ ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് മഹീന്ദ്ര SUV 500, അതിന്റെ W8 അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2012 ആണ്. W8 ആണ്. നിങ്ങൾ പറഞ്ഞവർക്ക് 1.70 ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി തേർഡ് ഓണർ ആണ് കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 4.5 രൂപക്ക് ഒരു 7 സീറ്റർ ഡീസലാണ്. 7 സീറ്റർ ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വില നമ്മൾ പറയുന്നില്ല, നമ്മൾ മാക്സിമം ചെയ്യാൻ പാർട്ടി വരികയാണെങ്കിൽ. ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം വില കുറക്കും. ഇത് 4.5 ആസ്ക് ചെയ്യുന്നുള്ളൂ. അതും W8 ആണ്. പറഞ്ഞില്ല, വണ്ടി നല്ല വണ്ടിയാണ്. ഒരു കംപ്ലൈൻസ് ലോൺ സൗകര്യം ഉണ്ടാവും? ലോൺ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ലോൺ മാക്സിമം നമുക്ക് ചെയ്യാം. അതിലും ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഏകദേശം 1 രൂപയുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ലോൺ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പൊ വീണ്ടും നമ്മളൊരു അമേസ് നേരത്തെ ഒന്നുകൂടെ പരിചയപ്പെട്ടിരുന്നു. ഇത് എങ്ങനെയാണ് പൈസ ഡീറ്റെയിൽസ്? ഇത് 2018 ആണ്. ഡീസലാണോ പെട്രോൾ ആണ്? ഇത് ഡീസലാട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ്. ഡീസലിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. രജിസ്ട്രേഷൻ ആണ്. കാരണം സാറിന് എന്താ വെച്ചാൽ നമുക്ക് മൈലേജും ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് കൊണ്ടെടുക്കുകയും ചെയ്യാം. CVT ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ ഏകദേശം നമുക്ക് 1.40 അങ്ങനെ ഓടിയിരുന്നു. അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണത്? അതെ, പുറത്തുനിന്ന് വന്നതാണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? നമുക്ക് ഒരു 6.45. 2018 വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഏകദേശം എന്റെ ഒരു അഭിപ്രായം ഒരു 6 രൂപ ലോൺ കിട്ടും. 6 രൂപ ലോൺ കിട്ടുക. ഒരു ചെറിയൊരു ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതാണ് നമുക്ക് 10-20 മൈലേജും കിട്ടും, പ്ലസ് കംഫർട്ടായിട്ട് കൊണ്ടെടുക്കും ചെയ്യാം. ഇത് നമുക്ക് ഒരു കിഡ്ലം ബെൻസ്. ഇത് ഏതായിരുന്നു? 2009-10 രജിസ്ട്രേഷൻ ആണ്. E-Class 250 ആണ് വണ്ടി വരുന്നത്. E-Class 250 നല്ല മൈലേജ് കിട്ടൂല. അതെ, സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഇത് നമ്പറായിട്ട് ആർട്ടിഫിഷ്യൽ പേപ്പർ എടുക്കുന്നത് നമ്പറാക്കി ഏകദേശം നമുക്കൊരു 5.25 കൊടുക്കാം.
നമ്പർ ആയിട്ട് 5.4 നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല വണ്ടി കേട്ടോ, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലാത്ത വണ്ടിയില്ല. അപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നോവന്റെ ചാകരയാണ്. അതായത് ഡൽഹി പ്രൈസിന് നമുക്ക് നമ്മുടെ ഇന്നോവകള് 5 ലക്ഷം രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിസ്റ്റന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതേപോലെ ഫോർച്യൂണർ കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു അടിപൊളി പാർട്ട് ഉടനെ വരും. സോ MKLായിരുന്നു ലൊക്കേഷൻ മറക്കണം. മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രത്താണ്. അതായത് മഞ്ചേരി, കൊണ്ടോട്ടി, മലപ്പുറം ഈ 3 ടൗണുകൾക്ക് ഏകദേശം മധ്യഭാഗത്താണ്. അപ്പോൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ഈ പെരുന്നാളിന് നല്ല ബഡ്ജറ്റിൽ അടിപൊളി കാറുകൾ നോക്കുന്നത് നേരെ നമ്മൾ MKLക്ക് പോരി. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽക്ക സൈനിങ് ഓഫ്.